നമസ്കാരം. ചർച്ചുവെൽ ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ലോകം യാത്രാമൊഴിയേകി. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ 31ാമത് മെത്രാൻ സിനഡ് ആരംഭിച്ചു. മലബാറിന്റെ മഹാമിഷണറി ലീനസ് മരിയ സുക്കോൾ അച്ഛനെ ദേവദാസനായി പ്രഖ്യാപിച്ചു. ഛത്തീസ്ഗഡിലും വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അപലപിച്ച് കേരള കത്തോലിക്ക സഭ. വാർത്തകൾ വിശദമായി. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും 600 വർഷങ്ങൾക്കു ശേഷം സ്ഥാനമൊഴിയുന്ന ആദ്യത്തെ മാർപ്പാപ്പയുമായ എമിരറ്റസ് ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ലോകം യാത്രാമൊഴിയേകി. ആധുനിക കാലഘട്ടത്തിൽ ഒരു എമിരറ്റസ് പാപ്പയുടെ മൃതസംസ്കാരം നടക്കുന്നത് ആദ്യമാണെന്നതും ഒരു മാർപ്പാപ്പ മറ്റൊരു പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു എന്നതടക്കം ഒട്ടേറെ സവിശേഷതകളുമായാണ് ശുശ്രൂഷ നടന്നത്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് അടക്കം ചെയ്ത വത്തിക്കാൻ ഗ്രോട്ടോയിലെ കല്ലറയിലാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ മൃതദേഹവും സംസ്കരിച്ചിരിക്കുന്നത്. വിശുദ്ധ പത്രോസിന്റെ കല്ലറയുടെ സമീപത്താണ് ഈ കല്ലറയും സ്ഥിതി ചെയ്യുന്നത്. സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ട എമിരറ്റസ് ബെനഡിക്ട് 16 ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ല ഉൾപ്പെടെയുള്ള ഉയർന്ന ഇറ്റാലിയൻ നേതാക്കളും ഉന്നത അധികാരികളും എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പും KCBC പ്രസിഡന്റുമായ കർദിനാൾ മാർ ബസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ, കർദിനാൾമാരായ ഓസ്വൽ ഗീഷ്യസ്, ഫിലിപ്പ് നേരി ഫെറവോ, ആന്റണി പൂല, CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത്, മാവേലിക്കര ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് എന്നിവർ സംബന്ധിച്ചു. മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റിയപ്പോൾ ബെനഡിക്ട് പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആളുകൾ പതാകകളും ബാനറുകളും ഉയർത്തിയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. നേരിട്ടും അല്ലാതെയും ലക്ഷക്കണക്കിന് വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കുചേർന്നിരുന്നു. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ 31ാമത് മെത്രാൻ സിനഡിന്റെ 1ാം സമ്മേളനം 2023 ജനുവരി 6 വൈകുന്നേരം സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലും വിദേശത്തും സേവനം ചെയ്യുന്നവരും അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ 58 വൈദിക മേലധ്യക്ഷന്മാർ സിനഡിൽ പങ്കെടുക്കുന്നു. ജനുവരി 6 വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച സിനഡ് 14-ാം തീയതി ശനിയാഴ്ച സമാപിക്കും. മലബാറിന്റെ മഹാമിഷണറി ഫാദർ ലീനസ് മരിയ സുക്കോൾ എസ് എന്ന സുക്കോൾ അച്ഛനെ ദേവദാസനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ജനുവരി 6 കണ്ണൂരിലെ പരിയാരം മരിയാപുരം നിത്യസഹായ ദേവാലയത്തിൽ നടന്നു. രാവിലെ 9 സുക്കോൾ അച്ഛന്റെ കബറിടത്തിൽ ആരംഭിച്ച പ്രാർത്ഥനകൾക്കു ശേഷം ദേവദാസനായി ഉയർത്തിക്കൊണ്ടുള്ള വത്തിക്കാന്റെ ഡിഗ്രി വായിച്ചു. തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഇറ്റലിയിലെ തേന്ത്രോ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലൂയിജി ബെസ്രാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലിക്കൽ വചനപ്രഘോഷണവും നടത്തി. സുക്കോളച്ചനെ കാണാനെത്തുന്നവരെ സ്വാഗതം ചെയ്തിരുന്നത് അച്ഛനെ കാണുന്നതിന് മുമ്പ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുക എന്ന ലിഖിതമായിരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകുന്നവൻ അവിടെയാണ് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു ആ വാചകം. ദേവാലയത്തിലെത്തുന്നവർ ദൈവത്തെ കാണുന്നു. തനിക്കരികിലെത്തുന്ന അശരണരിൽ താൻ ദൈവത്തെ കാണുന്നു എന്ന് തൻ്റെ ജീവിതം കൊണ്ട് അച്ഛൻ പഠിപ്പിച്ചു. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ പ്രത്യക്ഷപ്പെടുന്ന സുക്കോളച്ചൻ കലങ്ങിയ കണ്ണുകളോടെ തൻ്റെ മുമ്പിൽ യാചനകളുമായി എത്തുന്നവരെ ഒരിക്കലും കൈവിട്ടിരുന്നില്ല. നൽകുവാൻ തൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഊണുമേശയിലെ പഴവർഗ്ഗങ്ങളെങ്കിലും നൽകിയേ അച്ഛൻ ആരെയും തിരിച്ചയച്ചിരുന്നുള്ളൂ. 70,000-ത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകിയ സുക്കോളച്ചൻ ചോർന്നൊലിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് വിരിച്ച ഓടുമേന കെട്ടിടത്തിൽ 2 ബെഞ്ചുകൾ ചേർത്ത് വെച്ച് അതിനു മുകളിൽ ഒരു പായ വിരിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത്. കിണറുകൾ, തൊഴിലവസരങ്ങൾ, അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടതെല്ലാം അച്ഛൻ നൽകി. 2014 ജനുവരി 6 മരണം. സുക്കോളച്ചൻ പണികഴിപ്പിച്ച മരിയാപുരം നിത്യസഹായമാതാ ദേവാലയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. ആ കല്ലറയ്ക്ക് മുകളിൽ അന്വർത്ഥമായ ഈ വാചകങ്ങൾ നമുക്ക് കാണാം: ദൈവത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം ദൈവത്തിങ്കലേക്ക്.
ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ സീറോ മലബാർ രൂപതയുടെ നാരായൺപൂർ സേക്രഡ് ഹാർട്ട് ദേവാലയം അടിച്ചു തകർത്തതിനെയും ക്രിസ്തുവിന്റെ ക്രൂശിത രൂപവും ഗ്രോട്ടോയിലെ മാതാവിന്റെ തിരുസ്വരൂപവും നശിപ്പിക്കുകയും ചെയ്തതിൽ സീറോ മലബാർ സഭ ആശങ്ക പ്രകടിപ്പിച്ചു. ജഗദൽപൂർ സീറോ മലബാർ രൂപതയ്ക്ക് കീഴിലുള്ള നാരായൺപൂർ ബംഗ്ലാപ്പാറയിൽ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് നേരെയാണ് സായുധധാരികളായ നൂറുകണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായത്. ഛത്തീസ്ഗഡിലും വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയന്ത്രണാതീതമാവുകയാണ്. നിർബന്ധിത മതപരിവർത്തനം എന്ന ദുരാരോപണം നിരന്തരം ഉയർത്തി ക്രൈസ്തവ വിരുദ്ധ വികാരം സൃഷ്ടിക്കുവാനും മതപരിവർത്തന നിരോധന നിയമങ്ങൾ ദുരുപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ കേസുകളിൽ അകപ്പെടുത്തുവാനും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വഴിയായി അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും തന്മൂലം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണെന്നും എല്ലാ മതസ്ഥർക്കും ഒരേപോലെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്നും KCBC ആവശ്യപ്പെട്ടു. ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന കാരണത്താൽ ഛത്തീസ്ഗഡിലെ നിരവധി ഗ്രാമങ്ങളിൽ അനേകർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുകയും നാടുവിടാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഇത്തരം ദുരാരോപണങ്ങളെ തുടർന്നുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലും നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയതും മതപരിവർത്തന നിരോധന നിയമം അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നത് സംശയാസ്പദമാണെന്നും KCBC ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ക്രിയാത്മകമായി നിലപാട് സ്വീകരിക്കണമെന്നും KCBC ആവശ്യപ്പെട്ടു. ബഫർ സോൺ നിർണയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ആവശ്യമുയർത്തി ചാലക്കുടിയിൽ പ്രതിഷേധ റാലിയും ജനജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. ഉപഗ്രഹ സർവേയിലെ അവ്യക്തതകൾ തിരുത്തുക, കുറ്റമറ്റ ഫീൽഡ് സർവേ നടത്തി കർഷകരുടെയും മലയോരവാസികളുടെയും ഭയാശങ്കകൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ അടിയന്തര പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജനുവരി 4-നാണ് മധ്യ കേരള കർഷക മുന്നേറ്റ റാലി സംഘടിപ്പിച്ചത്. കാടിനെ സംരക്ഷിക്കാനെന്ന പേരിൽ നാടിനെ കാടായും നാട്ടുകാരെ കാട്ടുവാസികളായും മാറ്റുന്ന നിഗൂഢ പദ്ധതികൾക്കെതിരെ മലയോരങ്ങളിലെ ജാതിമത ഭേദമന്യേ കർഷകർ ഒന്നിച്ച ബഹുജന മുന്നേറ്റമായിരുന്നു ആ റാലി. ഇരിങ്ങാലക്കുട രൂപതയിലെ ചാലക്കുടി, കുറ്റിക്കാട്, കൊടകര എന്നീ ഫൊറോനകളിൽ ഉൾപ്പെട്ട വിവിധ ഇടവകകളിലെ കത്തോലിക്ക വിശ്വാസികളായ മലയോര കർഷകർ പ്രതിഷേധ സദസ്സിലും റാലിയിലും പങ്കെടുത്തു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ പരിസരത്ത് നിന്ന് രാവിലെ 10-ന് ആരംഭിച്ച പ്രതിഷേധ റാലി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. രൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് മഞ്ഞളി അധ്യക്ഷനായ പ്രതിഷേധ ജനജാഗ്രതാ സദസ് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടിയുടെ കിഴക്കൻ പ്രദേശത്തുള്ള അതിരപ്പള്ളി, പരിയാരം, കൊടന്നൂര്, അതുപോലെ തന്നെ വരന്തപ്പള്ളി, മറ്റത്തൂര് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ബഫർ സോൺ പ്രഖ്യാപിക്കുമ്പോൾ ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളും കാർഷിക മേഖലകളും പ്രസ്തുത പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ. അവ്യക്തമായിട്ടുള്ള സാറ്റലൈറ്റ് സർവേ വഴി കൂടുതൽ ആശങ്കകൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സർവേ റിവ്യൂ ചെയ്തെങ്കിലും അതിൽ നിന്നും ഒട്ടും വ്യക്തമാകുന്നില്ല ഏതൊക്കെ പ്രദേശങ്ങളാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നതെന്ന്. ആദ്യമേ ആവശ്യപ്പെടുന്നത് വ്യക്തമായിട്ടുള്ള സർവേ നടത്തി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും അവിടെ ജനവാസ സ്ഥലങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുവാനും കൃഷിയിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, റോഡുകൾ തുടങ്ങിയ പ്രദേശങ്ങൾ ഒഴിവാക്കിയെന്നും സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, അതായത് കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് പറവകൾക്ക് ആകാശവുമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തല ചായ്ക്കാനായിട്ട് ഇടമില്ല എന്ന്. ഇവിടെ തല ചായ്ക്കാനായിട്ട് ഇടം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം മനുഷ്യരുടെ പോരാട്ടമാണ് ഈ സമരം. ബഫർ സോൺ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, ഒരു പുതിയതായിട്ട് വന്ന ഒരു നിയമത്തിൻ്റെ പേരിൽ തങ്ങൾ ജനിച്ചു വളർന്ന നാടും വീടും ഭൂമിയും കൃഷി ചെയ്യുന്ന സ്ഥലവുമൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ജനതയുടെ അവസാനത്തെ
വാക്കുകളാണ് ഈ പ്രക്ഷോഭത്തിലൂടെ അവർ അധികാരികളെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മലബാറിലെ കത്തോലിക്ക യുവജനങ്ങൾക്ക് ആവേശം പകർന്ന് 6 രൂപതകളുടെ യുവജന സംഗമത്തിന് താമരശ്ശേരി രൂപത വേദിയൊരുക്കി. താമരശ്ശേരി അൽഫോൺസ സ്കൂൾ മൈതാനിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. താമരശ്ശേരി, കണ്ണൂർ, തലശ്ശേരി, മാനന്തവാടി, കോഴിക്കോട്, ബത്തേരി രൂപതകളിൽ നിന്നുള്ള 5000-ഓളം യുവജനങ്ങളാണ് സംഗമത്തിന്റെ ഭാഗമായത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനുള്ള സ്വീകരണത്തോടെയാണ് സംഗമത്തിന് തുടക്കമായത്. തുടർന്ന് KCYMന്റെ പതാകയും ഉയർത്തി. ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഷിജോ ഇടയനാടിയിൽ അധ്യക്ഷതയും താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യപ്രഭാഷണവും നടത്തി. പ്രമുഖ ചലച്ചിത്ര താരം സിജോയ് വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, മലങ്കര ഓർത്തഡോക്സ് സഭാ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലിത്ത എന്നിവരും കത്തോലിക്ക സഭയുടെ പ്രമുഖ നേതാക്കളും സംബന്ധിക്കും. ദേശീയ അന്തർദേശീയ നേട്ടങ്ങൾ കൈവരിച്ച മലബാറിലെ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. 6 രൂപതകളിൽ നിന്നുള്ള തനത് കലാരൂപങ്ങളുടെ അവതരണവും നടന്നു. കത്തോലിക്ക യുവജനതയുടെ കരുത്തു കാട്ടാൻ 10,000 പേർ പങ്കെടുത്ത റാലിയും സംഘടിപ്പിച്ചിരുന്നു. ആഫ്രിക്കയിലെ ബുർക്കിന ഫാസോയെ യുവജനങ്ങൾക്കായി പുനരധിവാസ കേന്ദ്രം സ്ഥാപിച്ച ഫാദർ യാരോ സെർബോ അജ്ഞാതരായ ആയുധധാരികളാൽ കൊല്ലപ്പെട്ടു. ജനുവരി 2-ന് ബൗക്കൽ ഡു മൗണ്ട് മേഖലയിലെ ഗാസൻ ഏരിയയിൽ അജപാലന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഡെഡൌഗോ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുന്നതിനിടെയാണ് ഫാദർ യാരോയെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തിയത്. ബുർക്കിന ഫാസോയിലെ തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിലൊന്നിലാണ് ഫാദർ സെർബോ കൊല്ലപ്പെട്ടത്. അക്രമികൾ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ പ്രദേശത്ത് ഡിസംബർ 30-നും 31-നും ഇടയിൽ രാത്രിയിൽ കുറഞ്ഞത് 28 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ടൂഗൻ മേഖലയിൽ ഫാദർ സെർബോ ഒരു യുവജന പുനർവിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തീവ്രവാദി ആക്രമണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ഡെഡോഗോവിലേക്ക് പോകേണ്ടി വന്നു. 1980 മെയ് മാസത്തിൽ മരണമടഞ്ഞ രാജ്യത്തെ ആദ്യത്തെ മതബോധന പണ്ഡിതനായിരുന്ന ഡി ആൽഫ്രഡ് ദിബാനെ വാഴ്ത്തപ്പെട്ടവനാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള രൂപതാ കമ്മീഷന്റെ ചുമതലയും ഇദ്ദേഹത്തിനായിരുന്നു. അജ്ഞാതരായ ആയുധധാരികളുടെ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഫാദർ യാരോ സെർബയുടെ മരണം തന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചുവെന്ന് ബിഷപ്പ് പ്രോസ്പെർ ബോനവെഞ്ചർ പറഞ്ഞു. രാജ്യങ്ങളിൽ നിന്ന് തിരുസഭയ്ക്ക് വേണ്ടി 121 മണിക്കൂർ അഖണ്ഡ ദിവ്യകാരുണ്യ ആരാധനയുമായി ദിവിന മിസറിക്കോർദിയ. ആഗോള കത്തോലിക്ക സഭയ്ക്കും കാലം ചെയ്ത പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്കും ഭാരത സഭയുടെ പ്രത്യേക നിയോഗങ്ങൾക്കും വേണ്ടിയാണ് ഈ പ്രാർത്ഥനാ യജ്ഞം ഒരുക്കിയത്. ദിവ്യകാരുണ്യ ആരാധന, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല, ദൈവകരുണയുടെ ജപമാല, കുരിശിന്റെ വഴി എന്നീ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നതാണ് 121 മണിക്കൂർ നീളുന്ന അഖണ്ഡ ദിവ്യകാരുണ്യ ആരാധന. ഉത്തരേന്ത്യൻ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് ശക്തി ആർജിക്കുന്നതിനും കേരള സഭയ്ക്ക് വേണ്ടിയും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനും വേണ്ടിയാണ് 2023 വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ജനുവരി 5-ാം തീയതി ഇന്ത്യൻ സമയം രാവിലെ 7 മുതൽ ഈ പ്രാർത്ഥന യജ്ഞം ആരംഭിച്ചത്. ജനുവരി 6-ന് തുടക്കമായ സീറോ മലബാർ സിനഡിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചു. വടവാതൂർ സെന്റ് തോമസ് എപ്പസ്തോലിക് സെമിനാരിയിലെ പൗരോസ്ത്യ വിദ്യാപീഠത്തിന്റെ തത്വശാസ്ത്ര വിഭാഗത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കു വേണ്ടിയുള്ള റോമിലെ കാര്യാലയം സ്വതന്ത്ര ഫിലോസഫി ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തി. ഇതുവഴി തത്വശാസ്ത്രത്തിൽ ബിരുദം നൽകാനുള്ള പൂർണ്ണ അധികാരമാണ് പൗരോസ്ത്യ വിദ്യാപീഠത്തിന് റോമിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പൗരസ്ത്യ വിദ്യാപീഠം എന്നറിയപ്പെടുന്ന പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് 1982 സ്ഥാപിതമായത് മുതൽ ദൈവശാസ്ത്ര ഫാക്കൽറ്റിയാണ് ഫിലോസഫി ബിരുദവും നൽകി വന്നിരുന്നത്. ഇതുവരെ 3000 പേർ ഇവിടെ നിന്നും തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി തത്വശാസ്ത്ര അധ്യാപകനായ റവറൻ ഡോക്ടർ ജോൺസൺ നീല നിരപ്പേലിനെയാണ് നിയമിച്ചിരിക്കുന്നത്. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ സഭകളിലെ അംഗങ്ങളും വിവിധ ക്രൈസ്തവ സഭകളിൽപ്പെട്ടവരും
ഇവിടെ ദൈവശാസ്ത്ര പരിശീലനം നേടുന്നുണ്ട്. റവറൻ ഡോക്ടർ ആൻഡ്രൂസ് മേക്കാട്ടുകുന്നേലാണ് പൗരസ്ത്യ വിദ്യാപീഠം പ്രസിഡന്റ്. ഡൽഹി ചാവറ കൾച്ചറൽ സെന്ററിൽ ക്രിസ്തു മഹോത്സവ് 2022 ക്രിസ്തുമസ് ആഘോഷം നടത്തി. CMI സഭയുടെ ജനറലേറ്റിന്റെ കീഴിലുള്ള ഡൽഹിയിലെ ചാവറ കൾച്ചറൽ സെന്ററിൽ ഈ വർഷം വളരെ വ്യത്യസ്തമായ മതസൗഹാർദ്ദ സഭൈക്യ ക്രിസ്മസ് ആഘോഷം നടന്നു. ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിന്റെ കമ്മ്യൂണിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സഭൈക്യ ക്രിസ്തുമസ് ആഘോഷ ഉദ്ഘാടന കർമ്മം വളരെ വ്യത്യസ്തമായി നടന്നു. 15 ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളോടൊപ്പം അതിഥികളായി എത്തിയവർ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിച്ച് ക്രിസ്തുമസ് കേക്ക് മുറിച്ചു. ഭാരതത്തിലെ വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു. കത്തോലിക്ക സഭയിലെ അഭിവന്യ പിതാക്കന്മാർ 3 പേരും പങ്കെടുക്കുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഈ ആഴ്ചയിലെ ചർച്ച് ബെൽസ് ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി.